ഞാൻ ഈ സാരി നമ്മൾ പിറ്റേ ദിവസം നമുക്കൊരു ഫങ്ഷന് പോകാനായിട്ട് നമുക്ക് സാരി ഉടുക്കണമെങ്കിൽ നമ്മൾ ആ സാരി ഞൊറിഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് ഉടുത്തിട്ട് പോകാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. ഭംഗിയിൽ ഉടുത്ത് പോകാനും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇതേ മുന്താണ്ടി പിടിച്ച് പ്ലേറ്റ് ഇട്ട് ചെറിയ പ്ലേറ്റ് ഇട്ട് ഭംഗിയായിട്ട് പിടിച്ചു കേട്ടോ. എന്നിട്ട് അത് ഇത്തിരി ഇട്ട് നമ്മൾ ക്ലീൻ ആക്കിയത് എങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണം. സൂചികൾ വയ്ക്ക് അതിന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞൊറി വിട്ടത് വീണ് പോകാതെ നമുക്ക് കിട്ടും. അത് നമ്മൾ അതിങ്ങനെ പിടിക്കുക. നമ്മുടെ മുന്താണിയിൽ നീളം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്തും നമ്മളത് അങ്ങനെ പിടിക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് അവസാനം അത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉടുത്ത് നോക്കി നമുക്ക് കുത്താൻ തല ഏതാ പറഞ്ഞത് നോക്കിയിട്ട് എൻ്റെ മേത്തന്നെ വെച്ചിട്ട് ഞാനത് ഞൊറിഞ്ഞു കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇത് സാധിക്കില്ല. ഇത് നന്നായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർ വേഗം പെട്ടിന്ന് സാരി എടുത്ത് വേഗം ഒരു ചുറ്റി ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യും. പക്ഷേ ഇത് നമുക്ക് തലേദിവസം ഇങ്ങനെ ഒരു ഫങ്ഷന് പോകുമ്പോൾ അത് ചെയ്ത് വെച്ചു പെട്ടെന്ന് ഉടുക്കാനായിട്ട് സാധിച്ചു. ടിപ്പ് ടോപ്പായിട്ട് നമുക്കത് ഉടുക്കാനും പറ്റും. അപ്പോൾ അതേ നോക്കി ഞാൻ ഫ്രണ്ടിലത്തെ ഞൊറിയും പിടിച്ചു ഭംഗിയായിട്ട്. അതിങ്ങനെ ഇത്തിരി പാടാണ് കേട്ടോ. നല്ല സാരികളൊക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. ക്ഷമ പോലെ നിന്ന് ഇസ്തിരി പെട്ടിക്ക് അധികം തീ ചൂടാവാത്ത രീതിയിൽ അത് വെച്ച് ഭംഗിയായിട്ട് നമ്മളത് ഞൊറിഞ്ഞെടുക്കണം. ഫ്രണ്ട് ഭാഗം ഞൊറിഞ്ഞ് ഓരോ ഞൊറിയും ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് ഇസ്തിരി ഇട്ട് വെച്ചു കണ്ടോ. എത്ര രസകരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഞൊറി ഒറ്റയ്ക്ക് ഞൊറികളെടുത്തിട്ട് ഫ്രണ്ടിൽ വരുന്ന ഞൊറി ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഇസ്തിരി ഇട്ട് നന്നായി മടക്കിയെടുത്തു കണ്ടോ. അങ്ങനെ ഞാനത് മടക്കി പെട്ടിയിലാക്കാം നിൽക്കണം. പകുതിയായിട്ട് ഇങ്ങനെ ഇത്രത്തോളം അയ്യണ്ട ഭംഗി ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമുക്ക് ഇസ്തിരി ഇട്ട് ഇങ്ങനെ മടക്കി എടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. രാവിലെ അപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ചിട്ട് നമുക്ക് ഉടുക്കാൻ വേണ്ട. അങ്ങനെ ഞാനത് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനത് മടക്കി വെച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വീണ്ടും ഞാൻ നിർത്തണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈറ്റി ഇട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനെ മുന്താണി ഭാഗം ഞാൻ ഇങ്ങനെ മടക്കി നമ്മുടെ ഞൊറിയുടെ അവിടെ വരെ ഞാൻ ഈ മുന്താണി ഭാഗം മടക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്ന ഞൊറിയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കൂട്ട. നല്ല സുഖമായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് പിൻ ചെയ്താൽ നമ്മുടെ സാരി ഒരു വഴിക്കും പോവില്ല. നമുക്കാണെങ്കിൽ കൈവീശി ലാവിഷായിട്ട് അവിടെ പിടിക്കണം ഇവിടെ പിടിക്കണം ഒന്നും വേണ്ട കണ്ട. സൂപ്പറായിട്ട് നല്ല ടിഷ്യൂ കേരള സാരീനെ ഓണത്തിനെല്ലാം ഇഞ്ചിനും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. എനിക്ക് അതൊന്നും ഇടാൻ പറ്റിയില്ല. ഞാനപ്പോൾ അത് നിങ്ങളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പട്ട് സാരികളോ നമ്മുടെ നല്ല ഓർഗൻസി സാരികളോ ടിഷ്യൂ സാരികളോ ഏത് സാരിയായാലും നമ്മളിതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്തിട്ട് പിന്നുകൾ അങ്ങോട്ട് ഊരുക. നമുക്ക് ഉടുക്ക വേണ്ട കുളി കഴിഞ്ഞ് വന്ന പണി കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങളും ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചുവിനെ കമ്പനിയിൽ അവളുടെ ഓഫീസിലേക്ക് എത്തിച്ചു കൊടുക്കണം. നാളെ രാവിലെ പോകുമ്പോൾ ഇഞ്ചുവിനെ അത് കൊടുക്കും. പരിപാടി 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ പരിപാടി. അവൾ കൊടുത്തിട്ടുള്ള ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കണ്ട. അത് കൊണ്ട് അവൾക്ക് കൊടുത്തത് അവളൊന്നും ചെയ്തില്ല. അവളതേ വെറുതെ പിൻ ചെയ്ത് അങ്ങനെ വെക്കിയിട്ട് കണ്ട. നല്ല ഭംഗിയിൽ ഫ്രണ്ടിലത്തെ ഞൊറി താഴെയുള്ള ഞൊറി ബാഗത്ത് വരുന്ന ഞൊറിയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ഒതുങ്ങി എടുക്കും കേട്ടോ. അത് ഏത് സാരി ചെയ്താലും അങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്ഷമ പോലെ കേട്ടോ. അപ്പം എല്ലാവർക്കും